എന്തൊരു കഷ്ടമായി പോയി. എടാ കൊച്ചെ, നീ എന്തിനാ എന്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് ചാടാൻ പോയത്? ചാടാൻ പോയത് മൈ. ഓ, ഞാൻ ആരെന്ന് പറഞ്ഞു? സ്പൈ. സ്പൈ. ഉണ്ടാതിരുന്നവനെ ആവശ്യമില്ലാതെ ധൈര്യം തന്ന് കയറ്റി വിട്ടേക്കണ് കുഴിയിലോട്ട്. എടാ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ അടുത്ത് കുഴി ചാടാൻ ഇല്ലല്ലോ. ചാടിയതേ ചാടി, ഒരു ഗുണവും ഉണ്ടായില്ല. അത് അമ്മായി പറഞ്ഞ കറക്റ്റാ. കനകാൻ്റെ ഒരു ശരിക്കുള്ള വിഷയം എന്താണെന്ന് മനസ്സിലായില്ല. ഇതിപ്പം കനകേച്ച് അപ്പുറത്ത് മാറിയെന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കണം. ഇവൻ വീണതും അറിഞ്ഞിട്ടില്ല, കാലി കുപ്പിച്ചില് കയറിയതും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. മാമി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പരിധി കൂടുതൽ നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയ്ക്കുള്ള അടുപ്പമൊന്നുമില്ലല്ലോ അവര്. അത്രയ്ക്ക് അടുപ്പമുള്ളെന്നും പറഞ്ഞോണ്ട് ഇപ്പൊ അവൾ ഇവിടെ ഇല്ലയോ നിൽക്കുന്നേ? അപ്പൊ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലയോ? கேசு, உனக்கு என்னாச்சு? എന്നാച്ചി ഞാൻ கௌரி சொல்லு, என்னாச்சு? ചൊല്ലിക്കൊടു ചൊല്ല്. அம்மா, நீங்களாவது சொல்லுங்க. കുപ്പിച്ചില് കയറി കാല് മുറിഞ്ഞ്. அம்மா, இவன் என்ன சொல்றாமா? അവൻ പറഞ്ഞത് കേട്ടില്ലയോ? എന്തോ സംഭവിച്ചെന്ന് അവൻ പറഞ്ഞില്ലയോ? പറഞ്ഞല്ലോ. അതിന്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. മോളിപ്പ എന്നെ എന്തോ വിളിച്ചേ? அம்மான்னு. അമ്മ എന്നാന്നല്ലോ. ആ അമ്മ ഒരു കാര്യം ചോദിക്കും, മോള് കൃത്യമായിട്ട് മറുപടി പറയുമോ? മോക്ക് എന്താ ശരിക്കും പ്രശ്നം? മോൾ ആരെയായി എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നേ? വേണ്ടേ ഇങ്ങോട്ട് നോക്ക്. ഞാനൊരു കാര്യം പറയാം. മോളൊരു നല്ല കുട്ടിയാണെന്നാ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ അഭ്യാസം കാണിച്ച് എന്തെങ്കിലും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ അതിവിടെ നടക്കത്തില്ല. കേട്ടല്ലോ? ആ ചേച്ചി എന്താ ഒന്നും മിണ്ടാ നിക്കണം? ചേച്ചി മധുരയ്ക്ക് എന്നെ പോണ. ചൊക്കലിങ്കമ്മാമയ്ക്ക് ഇതിനു മുമ്പും വയ്യാതെ വന്നിട്ടുണ്ട്, ഇതിലും വയ്യാതെ കിടന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും ആന്റി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ മാത്രം എന്ത്? ചേട്ടാ, കനകാൻ്റെ അച്ഛനെ വിളി. അത് തന്നെ. ചേച്ചി വിളി ചേച്ചി. കനകം പണ് അപ്പാക്ക് ഫോൺ പണ്. അല്ല, ഞാൻ വിളിക്കാം. ഞാൻ തന്നെ ഫോൺ വിളിക്കാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അതെങ്ങനെ വിളിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അറിയത്തില്ലയോ? വേണ്ട, ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. വിളി ചേച്ചി, അല്ലെങ്കിൽ ഫോണിങ്ങട്. ഫോണിങ്ങട് ചേച്ചി. അന്ത് മേടിക്ക്. ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണം നല്ലതല്ല, പക്ഷെ ഇപ്പം ഇടപെടാതിരിക്കാൻ പറ്റൂല. ഫോൺ കൊടു ഗൗരി, നീ പ്ലീസ്. എന്തിനാ കരയുന്നേ? ആന്റി കരയണ എന്തിന്? ഫോൺ കൊടു ഗൗരി, പ്ലീസ്. സെൽ ஹலோ, ஆமாம், நான் வந்து கனகாக்காவோட ஹோட்டலோட ஓனர். நாளைக்கா? காசா? ஆ, நான் கனகா கிட்ட கொடுக்குறேன். ஆமாம். அண்ணா, நான் அப்புறம் கூப்பிடுறேன். சரி. സെൽവൻ നെയ്ബർ അല്ലേ? എന്താ പ്രശ്നം? എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് നടത്തിയായിരുന്നു ചേച്ചിയുടെ അച്ഛന്. അപ്പോൾ ആ ടെസ്റ്റ് നടത്തിയപ്പം ഒരു മൈനർ സർജറി വേണം എന്ന് പറഞ്ഞു. അതിന് കുറച്ച് കാശ് ആവശ്യമുണ്ട്. കുറച്ച് പൈസ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി എമൗണ്ട് വേണം. അപ്പോൾ നാളെയാണ് സർജറി. അപ്പോൾ അതിന് മുന്നേ കാശ് വേണം എന്ന്. കനകാന്റി അപ്പൊ കാശായിരുന്നു പ്രശ്നം. ഇതിനാണ് മാറി മറിഞ്ഞു നിന്ന് ഫോണൊക്കെ വിളിച്ചത്. ചേച്ചി പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ചേച്ചി പറ, ചേച്ചിക്ക് എത്ര രൂപ വേണം? പറ, കരയാതെ പറ ചേച്ചി, എത്ര രൂപ വേണം? കനകം, ആദ്യം കരച്ചിൽ നിർത്ത്, എന്നിട്ട് പറ എത്ര രൂപ വേണോന്ന് പറ. എന്റെ കൊച്ചെ വാ തുറന്നൊന്ന് പറ. എത്ര രൂപ വേണമെന്ന് പറ കനകാൻ്റെ. ചിറ്റപ്പൻ തരും, അല്ലെങ്കിൽ അമ്മൂമ്മ തരും. ആ, കുറച്ചൊക്കെ ഞാൻ തരാം, പറഞ്ഞോ. 1,00,000 രൂപ. 1,00,000 രൂപയല്ലേ ഉള്ളൂ? ആ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഞാൻ പടവലത്തോട്ടൊന്ന് വിളിക്കാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. എൻ്റെ പൈസ ഉണ്ട്, ഞാൻ കൊടുത്തോളാം. ചേച്ചി കരയാതെ. ചേച്ചി നമ്മള് ചേച്ചിയല്ലേ, ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ കൂടെ നിൽക്കൂലേ? நான் கேட்டா நீங்க எல்லாம் கொடுப்பீங்கன்னு எனக்கு நல்லா தெரியும். ஆனா எனக்கு அது திருப்பி கொடுக்க முடியாதல்ல. ചേച്ചി നമ്മൾ തിരിച്ചു തരാൻ പറഞ്ഞാ ആ ചേച്ചിയുടെ ആവശ്യം നടക്കട്ടെ ചേച്ചി. நீங்க எல்லாம் இவ்வளவு பாசமா இருக்கிறது எனக்கு ரொம்ப கஷ்டமா இருக்கு. എന്റെ പൊന്ന് കനകേച്ചി, ഇങ്ങനെ കരയാതെ. ചേച്ചി നമ്മളെ ചേച്ചിയല്ലേ. ഇപ്പൊ നോക്ക്,
എൻ്റെ ചേച്ചിക്കാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞാൻ ചെയ്യൂലേ, അത്രേ ഉള്ളൂ. ആൻറ്റി എന്തിനാണ് ധൈര്യമായിട്ടിരി. ഇപ്പൊ എന്തിനാണ് പൈസ 1 ലക്ഷം വേണം, 1 കോടി വേണം, അച്ഛനെ വിളിച്ച് പറയട്ടാ, കൊണ്ടുവന്ന് ഇറക്കൂടെ. ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കണ എന്തിന്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം മധുരയിലോട്ടുള്ള ട്രെയിൻ ബുക്ക് ചെയ്യാം, ഞാനും കൂടെ വരാം ഒരു ധൈര്യത്തിന്. അവൻ കൂടെ വരും, ധൈര്യമായിട്ട് പോ ചേച്ചി. ഓക്കെ. ചിരി സ്മൈൽ സ്മൈൽ. പിന്നൊരു കാര്യമുണ്ട്. എന്താണാവോ? അമ്മായിക്ക് ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ്സാണ്. അതുകൊണ്ട് ആ 1 ലക്ഷം രൂപയ്ക്ക് ജീവിതകാലം മൊത്തം അടിമയായിട്ട് തന്നെ നിൽക്കേണ്ടി വരും. பரவாயில்ல, லைஃப் லாங் பூரா இங்கேயே நிக்கிறேன். ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.